എന്നാ ശരി എന്നാ. അപ്പോൾ നല്ല വലിയ ഉപകാരം. പോവാ. ഞങ്ങൾ രാവിലെ രമാഷ് ഭായിൻ്റെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി. ഞങ്ങൾ ഇന്നലെ കുളിച്ചിട്ടില്ല. അപ്പോൾ ജൽമഹാലിൻ്റെ അടുത്ത് കുളിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട് ഇന്നലെ ഒരു ബായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പോയ സമയത്ത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോകണം, ഒന്ന് ഫ്രഷ് ആവണം. അമർ ഫോർട്ട് കണ്ടിട്ടില്ല, അത് പോണ വഴി തന്നെയാണ്, ഹരിയാന റൂട്ടിൽ തന്നെയാണ്, അത് കാണണം. എന്നിട്ട് നേരെ ഹരിയാന ബോർഡർ പിടിക്കണം. അതാണ് ഇന്നത്തെ പ്ലാന്. ഹരിയാന ബോർഡർ എത്തൂല, മാക്സിമം കവർ ചെയ്തിട്ട് എവിടെയെങ്കിലും ടെൻ്റ് അടിക്കണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നിർത്തി ഒന്ന് കുളിച്ച് ഫ്രഷായി. ഇവിടെ ഒരു പബ്ലിക് കുളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ ജൽമഹലിൻ്റെ അടുത്ത് ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്, ബ്രെഡ് വെച്ച്. വാൾ ഓഫ് ജയ്പൂരിൻ്റെ ഒരു ഭാഗമാണ് ഇതിങ്ങനെ. ഈ മലയാളമൊക്കെ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും അടിപൊളി നിർമ്മിതിയാണിത്. കിലോമീറ്ററോളം മലയുടെ മുകളിൽ കൂടെയൊക്കെ ക്രോസ് ചെയ്ത് പോകേണ്ടത്. സൈഡ് റോഡ് ഉണ്ടാക്കിയിട്ടുള്ള ഈ പാറ, ഈ മല തുരന്നിട്ട് അതിൻ്റെ അടിയിൽ കൂടെയാണ്. ഫുള്ള് ഗ്രാനൈറ്റിൻ്റെ അങ്ങനത്തെ പാറകളാണ്. നമ്മളിപ്പോൾ പോണത് അമർ ഫോർട്ടാണ്. ജയ്പൂരിൽ തന്നെ വൺ ഓഫ് ബെസ്റ്റ് ഫോർട്ടാണ്. ജയ്പൂരിൽ അല്ല, ഇന്ത്യയിൽ തന്നെ നമ്മൾ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഫോർട്ടിൽ ഒന്നാണ്. നമ്മൾ ഇന്നലെ കയറിയത് നാഗ്ര ഫോർട്ട്. അത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കയറിയാൽ ജയ്പൂർ മൊത്തം കാണാൻ പറ്റും. ഇത് പറഞ്ഞാൽ ഇതിലൊരു പാലസും കൂടെ ഉണ്ട്. കുറച്ചുകൂടി പ്രൗഡി അല്ലെങ്കിൽ കുറച്ചുകൂടി കാഴ്ചകൾ കൂടുതലുള്ളത് ഈ ഫോർട്ടിലാണ്. ഈ ഫോർട്ട് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല. ജയ്പൂർ എത്തുന്ന ഒരു ടൂറിസ്റ്റ് മിസ് ചെയ്യാൻ പറ്റില്ല. ജയ്പൂർ ടൗണിൽ നിന്ന് അറൗണ്ട് ഒരു 6-7 കിലോമീറ്ററുള്ളൂ കൊടുക്കുക ദൂരം. അപ്പോൾ എന്ത് ബസ്സൊക്കെ കിട്ടും ഇവിടേക്ക് വരാൻ. ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ ദൂരത്ത് മലയുടെ മുകളിൽ കാണുന്ന വലിയ ഫോർട്ടാണ്. ഫോർട്ടല്ല, വിത്ത് പാലസാണ്. ഫോർട്ട് ആൻഡ് പാലസാണ്. അമർ ഫോർട്ടും അമർ പാലസുമാണ്. അപ്പോൾ നമ്മളെന്തായാലും അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ നീച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മളിവിടെ ടൂറിസ്റ്റ് ഗൈഡിനെ എടുത്തു. കാരണം ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഒക്കെ വന്ന് കാണുമ്പോൾ നമ്മളൊന്നും അറിയാതെ വന്ന് കണ്ടിട്ട് കാര്യമില്ല. അതിൻ്റെ ഹിസ്റ്ററി, അതേപോലെ അതിൻ്റെ ഓരോ ഭാഗങ്ങളെ പർപ്പസ് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാവണം. ഞാൻ ഇവിടെ 2ാമത്തെ വട്ടം വന്നിക്കണമെങ്കിലും എനിക്കിവിടെ ഒന്നും അറിയില്ല. അപ്പോൾ ഈ പ്രാവശ്യമെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗൈഡിനെ എടുത്തു. 200 രൂപയാണ് ആളെ ഫീസ്. അപ്പോൾ ഇപ്പോൾ ഏതായാലും ഞങ്ങൾ രാവിലെ ആയിട്ട് വെയിലും ചൂടൊന്നുമില്ല, പെട്ടെന്ന് കയറി ഇറങ്ങാൻ പറ്റും. ഈ കാണുന്നത് പാലസും ആ മുകളിൽ കാണുന്നത് ഫോർട്ടുമാണ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ മൂപ്പര് പറഞ്ഞുതരും. നമുക്ക് എന്തായാലും कवर ही थोड़ा दूर रास्ता देखो जाने का ये। हाँ उधर जाएगा हमको। नहीं नहीं दादा, 4 जुलाई को वो गिरी, 12 को बिल्कुल बैन करते देखो। अब तक वहाँ पर पूरा फुल होता है, वहाँ पर फुल फुल कितना टूरिस्ट होता है, कोई കോസ്റ്റ് नहीं, फ्री है। लेकिन അത് ഫ്രീ ആയിരുന്നു. അപ്പോൾ അവിടെ ഫുള്ള് ആൾക്കാർ കയറിയിട്ട് ലൈറ്റ് അത്രയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. 20 people died, 20 people. 20 ആൾക്കാരാണ് അതൊന്ന് തിരക്ക് കാരണം വീണിട്ട് കഴിഞ്ഞ വർഷം മരിച്ചത്. അതിനുശേഷം ക്ലോസ് ചെയ്തു. ഓക്കെ. ഇതിന് മുകളിലേക്ക് പോകാൻ 3 വഴിയുണ്ട്. നമുക്ക് നടന്നു പോകാനുള്ളൊരു വഴിയുണ്ട്, പിന്നെ ആനയുടെ സഫാരി കയറി പോകാനുള്ളൊരു വഴിയുണ്ട്, പിന്നെ വൈക്കിളിൽ കയറി പോകാൻ 3 വഴിയുണ്ട്. അങ്ങനെ ടോപ്പിലെത്താൻ 3 വഴിയുണ്ട്. 125 elephants are there. And that is the stand over there. Okay. There you can take elephant. That way. There you go. Okay. 125 ആനകളുണ്ട് ഇവിടെ സഫാരി നടത്തന്നെ. All are female because males are like this. Female. Only female. 125. Yes, 125. Okay. How much fare for that? 1100 rupees for 2 people. 1100 രണ്ടാൾക്ക് 1100. ആ കാണുന്ന വഴി കൂടിയാണ് വണ്ടി വെച്ചിട്ട് നമുക്ക് കയറി വരാൻ പറ്റുക. അതിൻ്റെ ബാക്കിൽ പാർക്കിംഗ് ഉണ്ട്. ഇതാണ് അമർ പാലസ്.
Yes, only for one way. Yes, days like this, again this way. You can come, you cannot go with anything. Again with anything. Yes, sir. Only one way. And look at this, langurs are there. So many. These are more dangerous to monkeys. Dangerous? Yes, because not monkeys, langurs. ലംഗൂസ് Yes, langurs. ആ കാണുന്ന കുരങ്ങൾ കുറച്ച് ഡേഞ്ചറസ് ആണ്. ലംഗൂസ് എന്ന് പറയുന്ന ഇനാണ്. Yes, if you have something in your hand, like sweets, ആ eatable things, you have to give them. You won't let you go. ആ കഴിക്കണ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് പിടിച്ച് വാങ്ങുക വരും. First you buy entrance ticket. Entrance. എൻട്രൻസ് ടിക്കറ്റ് എടുക്കണം. 100 രൂപയാണ് ടിക്കറ്റ്. ഇതിപ്പോൾ രാജസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്, പക്ഷേ ഫോർട്ട് സ്റ്റിൽ റോയൽ ഫാമിലിയുടെ കയ്യിലാണ്. 128 years constructed this place by the 3 ruler king. ഓക്കെ. Yes. And look at the gate, that is called Singh Pole. Pole means gate and Singh is loyal, symbol of power and king of jungle. Singh Pole. സിംഗ് പോൾ, സിമ്പിൾ ഓഫ് പവർ എന്നാണ് ഈ ഗേറ്റിൻ്റെ പേര്. Who constructed this place? Man Singh. Who was the chief commander of Akbar. In the അക്ബറിൻ്റെ ചീഫ് കമാൻഡറായ ആളാണ് ഇത് Jodha, നിർമ്മിച്ചിട്ടുള്ളത്. she was the aunt of Man Singh. So Jodha, she was the aunt of Man Singh. This Man Singh first, not second. Come to Amer. It's the name of village which is called Amer, which is older than Jaipur, which was the first capital of Rajasthan. Second was Jaipur, which is 11 kilometers from there. Okay? So Jaipur only older than 300 years old, but the Amer more than 1000 years old. ഓക്കെ. So this place, it was built by 3 ruler king. It took 128 years constructed. ഓക്കെ. This palace, which is divided into 4 parts. First is Jaleb Chowk. Jaleb Chowk. Jaleb the Chowk. name of place. Second Diwaniyam. Public audience hall. Okay. Second, third is Diwane Khas, that means private audience hall. ഓക്കെ. And last is Man Singh Palace. That is the oldest part of this place, ഓക്കെ. where they started to construct this place. And the Man Singh was the first, who was the chief commander of Akbar, and the Jodha, she was the aunt of Man Singh. ഓക്കെ. Okay, sir. And this place, it is called Jaleb Chowk. Jaleb Chowk, it's a Urdu and Farsi word. It was a playground. Army used to practice over there. ഓക്കെ. And look at the shops are there. That time it was a stable of horses. ഹോസസ്. ഓക്കെ. We enter from this gate. Okay. That is called Sun, and that is called Moon Gate. Moon gate. For the public, Sun Gate for kings, queen, minister, and VIPs. ഓക്കെ. Where they came by the elephant. The main attraction of the Amer Palace, it's elephant riding. എലിഫന്റ്. Yes. And look at the wall, like a mini wall of China, which is connected to palace and the fort. ഓക്കെ. It's a safety wall. സേഫ്റ്റി വാൾ. This is the third largest wall in the world. First is China. Second is nearby the Udaipur, the name of place which is called Kumbhargarh. കുംഭർഗഡ്. സെക്കൻഡ് വൺ ഓഫ് ഇൻ ഇന്ത്യ. Yes. The range of 36 kilometers. Okay. And that is the 16 kilometers. 16 കിലോമീറ്റർ. ഈ വാളിൻ്റെ ലെങ്ത് പറയുന്നത് 16 കിലോമീറ്റർ ആണ്. ഇത് വേൾഡിൽ തന്നെ 3ാമത്തെ ലാർജസ്റ്റ് മതിലാണ്. ചൈന കഴിഞ്ഞാൽ പിന്നെ ഉദയ്പൂർ ഭാഗത്തുള്ള ഒരു മതിൽ കഴിഞ്ഞാൽ പിന്നെ 3ാമത് ഉള്ളതാണ് ഈ വാൾ. വാട്ട്സ് ദ നെയിം ഓഫ് ദിസ് വാൾ? No. Look like a mini wall of China. മിനി വാൾ ഓഫ്. So, the range of 16 kilometers. 16. ഓക്കെ. And the watchtower is 7. You see the activities, what's going on. ഓക്കെ. So soldier is standing there and watch everything. 7 വാച്ചിങ് ടവർ ഉണ്ട്. അതിലൊക്കെ അന്നത്തെ കാലത്ത് സോൾജേഴ്സ് ഇത് കാവൽ കാത്തുകൊണ്ട് നിൽക്കുന്നു. ഈ പാലസും ഫോർട്ടും കവർ ചെയ്തുകൊണ്ട് ഇത് കവർ ചെയ്ത് പോകുന്നുണ്ട് ഈ വാള്. ഓക്കെ. And so what was the signal? In the morning time, they used to play drums. Okay. At night, fire. That means something is wrong. Be alert. ഓക്കെ. രാത്രി പകൽ സമയങ്ങളിലാവുമ്പോൾ ഡ്രം വായിച്ചുകൊണ്ടിരിക്കും, രാത്രി ലൈറ്റ് തെളിച്ചുകൊണ്ടിരിക്കും. അതിലെന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഇവിടുത്തെ ഈ കൊട്ടാരത്തിലെ പട്ടാളക്കാർ മനസ്സിലാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. Still, we have a royal family in Jaipur. Okay. So the nation of the royal family started from this place. Okay. Because Amer, it is older than Jaipur. ഓക്കെ. So right now, the 40 generation had died. ഓക്കെ. 40 generation had died. ഓക്കെ. So last generation, the Savai Bhavani Singh, who was a brigadier in army. ബ്രിഗേഡ് ഇന്ത്യൻ ആർമി. ഓക്കെ. And he died 2011. Yes, and who participated in Hindustan-Pakistan war. 1972. Yes, Okay. won. 171. And also the government of India decided to give him an award, which is a very big award in India, which is called Mahavir Chakra. Mahavir Chakra. No. Okay, so still we have a king.
The name of king Padap Nab Singh. Padap Nab Singh. Jaipur royal family. Royal family, yes. Amar royal family अब तक नहीं है. No. In Jaipur, it's a part of. It's the name of part of Jaipur. Okay. Before it was separate. Now it's a part of Jaipur. Amir. Okay. So the age of king only 23 years old. 23 years old. ഇപ്പത്തെ രാജാവിന്റെ വയസ്സ് പറഞ്ഞ് 23 വയസ്സുള്ളൂ. उसका नाम क्या? Padap Nab. Padap Nab Singh. Nab Singh. And when he became king, he was only 13 years. 13 വയസ്സിലാണ് ആള് രാജാവാണ്. ഇപ്പത്തെ നിലവിലുള്ള രാജാവ്. I wish I were there. Really lucky guy. So 41st generation going on. 41st. Before 1727, before 1727, all the Maharajas king lived here. Okay. So Savai Jai Singh 21 രാജാക്കന്മാരെ തലമുറ വരെ ഈ കൊട്ടാരത്തിലായിരുന്നു താമസിച്ചത്. ഇപ്പൊ 41ാമത്തെ തലമുറയാണ്. 21ന് ശേഷം അവർ മാറിപ്പോയി. So Savai Jai Singh II was the founder of Jaipur. Okay. And also he was a great mathematician. Okay. Yes, who constructed 5 observatories in India. 5 Yes, like Jantar Mantar in Hindi. Jantar Mantar. Delhi, Mathura, Ujjain, Varanasi and Jaipur. But the Jaipur one, that is the biggest one and is still working. Okay. Rest of them not in a good position. നമ്മൾ ജന്തർ മന്ദിർ കണ്ടില്ല ഇവിടെ വന്നിട്ട്. ഞാൻ ഇതിൻ്റെ മുമ്പ് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ഇൻവെൻഷൻ തന്നെയാണ്. ഇതിൻ്റെ സെക്കൻഡ് ഫൗണ്ടർ റൈറ്റ്? Sorry? Founder of Jaipur. ഫൗണ്ടർ ഓഫ് ജയ്പൂരാണ് അതിന് രൂപം നൽകിയിട്ടുള്ളത്. And also you can find there the biggest sundial in the world. Biggest sundial in the world. It has accuracy only 2 seconds. 2 seconds. Okay. 2 seconds. Okay. 2 സെക്കൻഡ് ഉള്ള അതിൽ ടൈം വ്യത്യാസം കാണിക്കുക. ഈ ലോകത്തിൽ തന്നെ ബിഗ്ഗസ്റ്റ് സണ്ണ് വെച്ച് സമയം കാണുന്ന സംഭവം ഇവിടെ ജയ്പൂരിലാണുള്ളത്. And the oldest sundial where you can find out. Oldest? Where you can find out. Oldest. I told you that is the biggest. Where is the oldest? I think that's the oldest. No. Egypt. ഓൾഡസ്റ്റ് ആയിട്ടുള്ളത് ഈജിപ്തിലാണുള്ളത്. പക്ഷേ ബിഗ്ഗസ്റ്റ് ഉള്ളത് ഇന്ത്യയിലാണല്ലേ? No. Both are different. Biggest, oldest. That is the biggest. Okay, sir. Okay. So Savai Jai Singh II was the founder. Okay. So he moved to Jaipur city. Okay. And made a second capital of Jaipur. ഓക്കെ. ഫസ്റ്റ് ക്യാപിറ്റൽ അമറായിരുന്നു രാജസ്ഥാൻ്റെ. പിന്നെ അത് ക്യാപിറ്റൽ മാറിയിട്ട് ഈ കിണ്ടത്തിൻ്റെ ക്യാപിറ്റൽ മാറി ജയ്പൂരായി. ഓക്കെ. So why he moved to Jaipur city? Because in Amir problem was water. Okay. And second was generation of populations. ഓക്കെ. വെള്ളത്തിൻ്റെ കുറവും പോപ്പുലേഷൻ്റെ ഇത് കാരണം അമറിന്ന് മാറിയിട്ട് ജയ്പൂരിലേക്ക് എത്തിയതാണ്. Okay. And the last queen of Jaipur, her name was Gayatri Devi. Yes, one of the most beautiful lady in the world. Okay. Out of 10. She was the last queen of Jaipur. Last queen of Jaipur. Yes, she passed away 2009. 2009. The age of 91. 91 വയസ്സിലാണ് ഇതിന്റെ ലാസ്റ്റ് ക്യൂന് മരിച്ചത്. ഗായത്രി ദേവി ലോകത്തിൽ തന്നെ 10 സുന്ദരിമാരുടെ ലിസ്റ്റിലുള്ള ആളാണ്. She belongs to Kuch Bihar, West Bengal. West Bengal. Okay. So Savai Mansingh II, who was a great polo player. Polo player. Great polo player who won so many trophies, which you can find out in City Palace, where the royal family is still living. Okay. So he passed away 1956 while playing polo in England. Okay. He fell down from the horse and died by the heart attack. Okay. At the age of 56. Okay. So he had 3 wives. Okay. First and second from Jodhpur, and third was Gayatri Devi. So one day he went to play polo at West Bengal 1937. Okay. So love is first sight. And he got married to her. Okay. അങ്ങനെ അവരെ പ്രണയമാണ് പറയുന്നത്. പോളോ കളിക്കാൻ വേണ്ടിയിട്ട് വെസ്റ്റ് ബംഗാളിൽ പോയ സമയത്താണ് ഗായത്രി ദേവിനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്നത്. ആൾ മരിച്ചതും ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് ഒരു പോളോ കളിയുടെ ഇടയിൽ അറ്റാക്ക് വന്നിട്ടാണ്. And Gayatri Devi, she had one son. His name was ജഗത് സിംഗ്. ഗായത്രി ദേവിയുടെ മകന്റെ പേരാണ് ജഗത് സിംഗ്. Who got married to Princess of Thailand. തായ്ലൻഡിലെ രാജകുമാരിയാണ് അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുള്ളത്. And he passed away. She had a grandson and granddaughter who live in England. Okay. Study and also living there. Okay. ഇംഗ്ലണ്ട് പോലെ ഗ്രാൻഡ് സൺസ് ഒക്കെ ഇപ്പോൾ ഇല്ല ഇംഗ്ലണ്ടിൽ. Grand family, grandson, granddaughter in ഇംഗ്ലണ്ടിൽ. ഓക്കെ. Who? The Gayatri Devi. ഗായത്രി ദേവിന്റെ ഗ്രാൻഡ് സൺസ് ഒക്കെ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കണ ഇംഗ്ലണ്ടിലാണ്. അവിടെയാണ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണേ. England. So this is the second part, which is called Diwania Public Audience Hall. ഇതാണ് സെക്കൻഡ് പാർട്ട്. ഇത് പബ്ലിക്കിനായിട്ടുള്ള ഒരു ഹോളാണ്. ഇത് ഇവിടെ ആൾക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഓരോ പ്രശ്നങ്ങൾ കേൾക്കാനൊക്കെ വേണ്ടിയുള്ള ഒരു ദിവാനിയാണിത്.
not VIP, not king, not queen. Okay. That is second part. Yes. So here you can see the trunk of elephant, sign of Hindu architect. ആ ഈ ഇവിടെ കാണുന്ന ഈ ആനകളുടെ രൂപം കാണുന്നത് ഹിന്ദു ആർക്കിടെക്റ്റിന്റെ ഒരു സിമ്പിളാണ്. And at the bottom you can find the flower. It's a sign of Islamic. Hindu Islamic mixed architecture. ആ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ദിവാനിയുടെ പ്രത്യേകത മുകളിൽ കാണുന്നത് എലിഫന്റിന്റെ രൂപം എന്നുള്ളത് ഹിന്ദു ആർക്കിടെക്റ്റിന്, താഴെ കാണുന്ന ഈ ഫ്ലവേഴ്സ് സൂചിപ്പിക്കുന്ന മുസ്ലിം ആർക്കിടെക്റ്റിന്. അതായത് രണ്ടിന്റെയും കൂടെ ഒരു മിസ്സാണ് ഈ ദിവാനിയുടെ ശില്പത്തിന് ഒരു രൂപം കൊടുത്തിട്ടുള്ളത്. And here they use 3 stones: വൈറ്റ് മാർബിൾ, sandstone and limestone on the floor. Limestone. But this part is renovated. Rest of the part as it is same. So why they put limestone? Because that time there was no cement. Which okay. keep warm, but this is keep cool. ഓക്കെ. അന്നത്തെ ഇത് 3 മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒന്ന് വൈറ്റ് മാർബിൾ, സാൻഡ് പിന്നെ ലൈംസ്റ്റോൺ. സിമെന്റ് ഇല്ല. പിന്നെ ഈ ലൈംസ്റ്റോൺ നിലത്തിന് എപ്പോഴും കൂളാക്കി വെക്കും. അന്നത്തെ കാലത്ത് സിമെന്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇത് കൂളാക്കി വെക്കാനും വേണ്ടിയിട്ടാണ് ലൈംസ്റ്റോൺ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ. ഇവിടെ കാർപ്പറ്റ് ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. പിന്നെ കുറേ കർട്ടനുകൾ ഹാങ് ചെയ്തിരുന്നു. ഇതേപോലെയല്ല, അത് യൂസ് ചെയ്തിരുന്ന ടൈമിൽ കുറേ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് നമ്മൾ പറഞ്ഞിരുന്ന മാതിരി തന്നെ, നമ്മളെ വീഡിയോയിൽ പറഞ്ഞിരുന്ന മാതിരി തന്നെ ഇതൊക്കെ കയ്യിൽ കൊത്തി ഉണ്ടാക്കിയതാണ്. അന്ന് മെഷീൻസ് ഒന്നും ഇല്ല. അപ്പോൾ രണ്ടാമത്തെ പാർട്ടും ഒന്നാമത്തെ പാർട്ടും കഴിഞ്ഞു. ഒന്നാമത്തെ പാർട്ട് ഒരു ഗ്രൗണ്ടാണ്. അന്നത്തെ മിലിറ്ററിയും കാര്യങ്ങളൊക്കെ കളിച്ചിന് വ്യായാമങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു ഗ്രൗണ്ടാണ്. അത് കഴിഞ്ഞു. പിന്നെ 2 എൻട്രൻസ് കാണിച്ചു, പബ്ലിക്കിനായിട്ടുള്ളതും രാജാക്കന്മാരായിട്ടുള്ളതും കാണിച്ചു. Only one daughter. She is a member of parliament from Rasamand, which is nearby Udaipur. Okay. Member of parliament. She has 2 sons and 1 daughter. So the grandson, so the last king who passed away 2011 adopted his grandson. Okay. So when he became king, he was 13. Okay. He is adopted son, not a real son, but blood is same. Okay. Okay. അങ്ങനെ ഇവിടെ main entrance gate of the palace, which is called Ganesha, the name of God. ഗണേശ എന്ന് പറഞ്ഞ ഗേറ്റ് ആണിത്. ആ ഗണേശ ദൈവത്തിന്റെ, അതായത് ഗണപതി ദൈവത്തിന്റെ പേരിലെ ഗേറ്റ് ആണ്. മെയിൻ എൻട്രൻസ് ആണ് പാലസിക്കല്ലേ. And these are look at the windows, small, and that's the big windows. Okay. For the royal ladies, because time was not allowed to go outside. Okay. Because it was a bell system. Okay. ഇവിടെ ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സമയത്ത് റോയൽ ലേഡീസിന് ഇങ്ങോട്ട് പുറത്തേക്ക് വരാനുള്ള അനുമതി ഉണ്ടായില്ല. അപ്പോൾ അവർക്ക് ആ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ടാണ് ഈ വാളുകളിലൊക്കെ ചെറിയ വിൻഡോസ് കാണാം, മുകളിൽ വലിയൊരു വിൻഡോ കാണാം. രാജ്ഞിക്ക് അതിൽ നിന്ന് കാണാനും മറ്റു സാധാ റോയൽ ലേഡീസിനൊക്കെ ഇരുന്ന് കാണാനുള്ള വിൻഡോസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ഓൽക്കൊന്നും പുറത്ത് വരാനുള്ള അനുമതി ഉണ്ടായില്ല. നമ്മളെ ഇതിൽ ഓക്കെ. And watch everything what's going on. Okay. So they can see us, but we cannot see them. Okay. അവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കാണാൻ പറ്റും എന്താ ഇവിടെ നടക്കണമെന്ന്. നമുക്ക് ഒരിക്കലും ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അതിൻ്റെ അകത്ത് ആരായിരിക്കണ് എന്താ ചെയ്യണമെന്നൊന്നും കാണാൻ പറ്റില്ല. ആ ഒരു സിസ്റ്റത്തിലാണ് ഇത് പണിതിട്ടുള്ളത്. ഓക്കെ. ആ സൈഡിൽ കാണുന്നൊക്കെ കിച്ചൺസും ഈ താഴെ ഈ ലൈനിൽ കാണുന്നൊക്കെ സ്റ്റോർ റൂംസും ആയിരുന്നു അന്നത്തെ. Air condition. Look at the view. The village which is called Amen, it's a lake. It's a man-made lake that is called Mauta. എന്ന് പറയുന്ന ലേക്കാണിത്. ബിഗ്ഗസ്റ്റ് മാൻ മെയ്ഡ് ലേക്കാണിത്. And there's a garden which is called saffron. The king who wanted to grow the saffron, but the problem was climate. Okay. It is cold. And in Rajasthan it's a part of desert. So not possible. Okay. So look like a design of Persian carpets. Persian carpet. അതായത് ഈ സെഫ്രോൺ എന്ന് പറഞ്ഞ ഗാർഡനാണിത്. ഇവിടുത്തെ രാജാവിന് അവിടെ സെഫ്രോൺ വളർത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് അതിന് അനുയോജ്യമല്ല. പിന്നെ ആ കാണുന്ന വില്ലേജാണ് അമർ വില്ലേജ്. മൗട്ട എന്ന് പറയുന്ന ബിഗ്ഗസ്റ്റ് മാൻ മെയ്ഡ് ഇതാണ് ലേക്കാണ്. കാരണം അന്നത്തെ മെഷീനൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയ അന്നത്തെ ഏറ്റവും വലിയ ലേക്കുകളിൽ ഒന്ന് തന്നെയാണിത്. So every day where we can find out the light and sound show. Evening. Okay.
start at night. Night. 7:30 to 8:30. उसका फेयर कितना है? 250 per person. 250 രൂപക്ക് ഇവിടെ രാത്രി ഒരു ലൈറ്റ് ഷോ നടക്കും 6:30 മുതൽ. അപ്പോൾ അത് കാണാനിരിക്കാനുള്ള ഒരു ഗാലറിയാണ് ആ വെള്ളത്തിൻ്റെ നടുവിൽ കാണുന്നത്. എന്തായാലും അടിപൊളി ലൈറ്റ് ഷോ ആണ്. How much time for? It is 1 hour. 1 hour. ഒരു Part 2. English and Hindi, but now there is the tourist. ഓക്കെ, Yes. 2 പാർട്ടായിട്ട് നടക്കും. ഹിന്ദിയിൽ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ ഹിസ്റ്ററീസും കാര്യങ്ങളും, പിന്നെ ഇംഗ്ലീഷിലും. അങ്ങനെ 1 hour പരിപാടി കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. And 6:30 മുതൽ. there's the route of elephant for pedestrian. ഓക്കെ, And another is for transportation. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, And look at the mountain, which is called Aravalli Mountain. ആരവല്ലി പർവ്വത നിരകളാണിത്. Which is Aravalli Mountain, yes. Which started from Gujarat, ഗുജറാത്ത്. then Delhi, Haryana, and Rajasthan. ഓക്കെ, The range of 648 kilometers. 648. ആരവല്ലി മൗണ്ടൻസിനെ നമ്മളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. 648 കിലോമീറ്റർ അറൗണ്ട് ലെങ്ത് ഉണ്ട്. ഗുജറാത്ത്, ഡൽഹി, രാജസ്ഥാൻ. Yes, where we can get the marble, stones, and copper. ഓക്കെ, മാർബിളും സ്റ്റോണും കോപ്പറൊക്കെ എടുക്കണ ഒരുപാട് ഖനികൾ ഈ മലകളിലുണ്ട്. And this lake we can find out 2 crocodiles. ഈ ഈ ഈ ഒരു ലേക്കിൽ രണ്ട് ഓക്കെ, Maybe you saw. ഇതിൽ 2 മുതലകളുണ്ട്. ഫീമെയിൽ ഓർ മെയിൽ? No, sir. No, find it. You're pulling my leg. ഓക്കെ, How can you position? ഓക്കെ. Any problem? Attack, human attack, any Eight yet not. Because before I saw last second wave of the COVID in April. ഓക്കെ, അതിനൊക്കെ Like this. this side. ഓക്കെ, വലിയ 2 മുതലുകളുണ്ട് ഇതിൽ. അതവിടെ സൈൻ ബോർഡ് ഉണ്ടായിരുന്നു ഇവിടെ കയറി വരുമ്പോൾ തന്നെ. വെള്ളത്തിൽ ഇറങ്ങാം, ഈ ഭാഗത്തേക്കൊന്നും ഇറങ്ങിയത് തന്നെ. This place where it was a lightning and 20 people died. ജൂലൈ 11 അവിടുന്ന് 21 ആൾക്കാർ വീണ് മരിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഒരുപാട് തിരക്ക് കാരണം കയറിയിട്ട് അവിടുന്ന് വീണിട്ട് മരിച്ചിട്ടുണ്ട്. ടിക്കറ്റ് ഇല്ല, ഫ്രീ ആയിരുന്നു. ഇപ്പോൾ ക്ലോസ്ഡ് ആണ്, ഇപ്പോൾ അവിടെ കയറാൻ പറ്റൂല. Yes. We are going to visit the changing room of Maharaja, massage room, and the bathroom, like sauna and jacuzzi, hammam. ഓക്കെ, And also we can find out 2 water tanks for cold water and hot water. Okay. Yes, but before we are going to see the chimney. ചിമ്മിനി. How to fire, how to make a fire, because that time there was no lighting, okay, and no geyser. How to make a fire? This is the place. This is the chimney. There's a chimney. Yes, it's a chimney. There's a fire. Yes, there is a fire. So inside they fix it a copper plate. കോപ്പർ പ്ലേറ്റ്. They make a fire. It hot. Yes. ഓക്കെ, So steam goes inside and heat goes outside. Okay. So it gets ceiling become dark by the heat of smoke. ഓക്കെ. Yes. Ceiling become dark by the smoke. And that's the original limestone. Not the Original marble. limestone. Limestone. This is renovated. This is original. How to make this? What is the process to make the limestone? We use so many things: powder of marble, cover of eggs, sugar, curd, gum, jaggery, mother of pearl. ഓക്കെ, അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ലൈം സ്റ്റോൺ ആണ്. Make a paste and apply it. ഇത് ഒറിജിനൽ ലൈം സ്റ്റോൺ ആണ്. പണ്ട് ഇതേപോലത്തെ ലൈം സ്റ്റോൺ തന്നെയായിരുന്നു നിലത്തുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ റെനോവേറ്റ് ചെയ്തിട്ട് മാറിപ്പോയതാണ്. അന്ന് ഇതേപോലത്തെ ഇതേ ഫിനിഷിംഗിലുള്ള ലൈം സ്റ്റോൺ തന്നെയായിരുന്നു താഴത്ത് ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെ ഉള്ളിലൊരു ഫിക്സ്ഡ് കോപ്പർ പ്ലേറ്റ് ഉണ്ട്. ഈ ഇത് ചിമ്മിനിയാണ്, ഹീറ്ററാണ്. ഇതിൽ തീയിട്ട് കത്തിച്ചിട്ട് ഇത് പല ഭാഗത്തേക്കും ഈ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. വെളിച്ചെണ്ണ, നമ്മളെ നാട്ടിലെ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഇത് ലാസ്റ്റ് ഫൈനൽ ടച്ച് ഈ പോളിഷിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഓക്കെ. Just keep walking, no steps. Keep walking. ഓക്കെ, And mind your head. തല നോക്കൂ. And this place it is called changing room, where the kings change their dresses, the windows for ventilation and for the breeze. Okay. And that time there was no light, they put oil lamps. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് എന്താ മഹാരാജ ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന റൂം. ഇവിടെ വിൻഡോസ് കൊടുത്തിട്ടുള്ളത് കാറ്റ് ഇതിൻ്റെ അകത്തേക്ക് വരാൻ വേണ്ടിയിട്ടും പിന്നെ ലൈറ്റ് ഇല്ലാത്ത സമയത്ത് അതേപോലത്തെ ഹോളുകളിൽ അതിന് വണ്ടി കൊടുത്താൽ ലൈറ്റ് ഇതിൻ്റെ അകത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, കർട്ടൻ കൊടുത്തിരുന്ന ഹുക്കുകളാണത് പ്രൈവസിക്ക് വേണ്ടിയിട്ട്.
And there is second room which is called massage room because that time there was no spa and no salon. Use natural things, oil, flower, rose, sandalwood, jasmine, make a paste and apply on the body. Okay. The two water tanks, cold water and that is for hot water. And water come out from this way, from cold and this is for hot. ഇത് അങ്ങനത്തെ രണ്ട് വാട്ടർ ടാങ്കാണ്. ഇത് തണുത്ത വെള്ളത്തിന് സ്റ്റോർ ചെയ്യാനും ഇത് ചൂടുവെള്ളം സ്റ്റോർ ചെയ്യാനും. അത് ഈ വഴി പുറത്ത് വരും. It's a hot water, then it goes from this room. വേസ്റ്റ് വാട്ടർ പോയിന്ന കട്ടിംഗ് ആണിത്. It comes over here. That's അതെങ്ങനെ വരും? Hammam, bathtub, like in hammam, Turkish bath. ഹമാം. Hammam, like it's a Turkish word. Hammam. Hammam. Yes, I visited the bathtub. Yeah. Where they had a bath, king and queen. It's made by marble. The deep is 4 feet. 4 feet. Yes. Look at the pipe. This Okay. comes the water of cold. Second, for hot water. And on the bottom you can see the drainage. Water is out there. ഓക്കെ. The dirty water. ഇത് രാജാവും രാജ്ഞിയൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. 4 അടിയാണ് ഇതിന്റെ കുണ്ട്. ഇതിൽ ചൂടുവെള്ളവും പച്ചവെള്ളം വരും. പിന്നെ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്. ഇത് ഫുള്ള് മെയ്ഡ് ചെയ്തിട്ടുള്ളത് മാർബിളിലാണ്. ഓക്കെ. And the king used to sit over here, and the servant, the king used to sit over here. And the bit turmeric, rose, Okay. perfume, sandalwood, jasmine. ഈ ഒരു കട്ടിങ്ങിൽ രാജാവ് ഇരിക്കും. പിന്നെ സെർവൻസ് മസാജും കാര്യങ്ങളും സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ അങ്ങനെ മേത്ത് ആക്കി കൊടുക്കുന്ന പറയുന്നു. And the windows for ventilation and for the breeze. Okay. And had the kept oil lamps for lightning. ഓക്കെ. ഇത് ലൈറ്റിങ്ങിന് വേണ്ടിയുള്ള കട്ടിങ്ങുകളും വിൻഡോസ് കാറ്റ് കിട്ടാൻ വേണ്ടി. Yes, this is also what you can see. And this place has a 99 Indian toilets. This place. This place has a 99 Indian toilet. It was a big family. It was a big family. That time there was no western, no flash. Okay. I'll show you one. ഓക്കെ. അങ്ങനെ 99 ഇന്ത്യൻ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു ഇവിടെ. അന്നത്തെ കാലത്ത് വെസ്റ്റേൺ ടോയ്ലറ്റ് ഇവിടെ ഉണ്ടായില്ല. Indian toilet. ഫ്ലാഷ് അടിച്ച അതിലത്തെ ഒരു ഇന്ത്യൻ ടോയ്ലറ്റാണ് നമ്മൾ ഈ കാണുന്നത്. പിന്നെ നമ്മൾ ഇന്നലെ ഒക്കെ പോയ ഫോർട്ടിൽ കണ്ട പോലെ തന്നെ ഇല്ലൊരു സിസ്റ്റമാണ്. എന്താ കല്ലിൽ തന്നെ നല്ല കല്ലിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഒരു സംഭവം. അന്നത്തെ ഇന്ത്യൻ ടോയ്ലറ്റാണ്. Only limestone and marble. Limestone, marble, sandstone. Marble, sandstone, limestone. No cement. ഓക്കെ. സിമെന്റ് ഇല്ല, മാർബിൾ സ്റ്റോൺ, ലൈം സ്റ്റോൺ, സാൻഡ് സ്റ്റോൺ. ഈ 3 മെറ്റീരിയലാണ് ഇത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നോ സിമെന്റ്സ്. നമ്മളെ കട്ടിലുകൾ വരെ ഉണ്ടാക്കിക്കണ് ലൈം സാൻഡ് സ്റ്റോൺ വെച്ചിട്ടാണ്. അല്ലാതെ വേറെ മെറ്റീരിയലും ഇല്ല. This is the entrance of this place. Very beautiful. ഗണേശ. You can make some photos, videos, because this is the entrance. We cannot come out. Okay. We cannot go out. We cannot come from this way. ഓക്കെ. ഓക്കെ. So this is the entrance. Everything is different. If you want to make some photos. ഓക്കെ. ഇവിടുന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ എടുക്കും. ഇതാണ് മെയിൻ എൻട്രൻസ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ 1-2 ഫോട്ടോ എടുത്തിട്ട് അകത്ത് കയറാം.